നമ്മൾ സിവിൽ സർവീസ് സർക്കിളിൽ യൂഷ്വലി കാണുന്ന ഒരു ടേമാണ് PCM അല്ലെങ്കിൽ പ്രിലിംസ് കം മെയിൻസ് കോഴ്സ്. പ്രിലിംസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നമുക്കൊരു MCQ ആപ്റ്റിറ്റ്യൂഡ് വേണം. അതുപോലെ മെയിൻസിൻ്റെ ആൻസേഴ്സ് നന്നായിട്ട് എഴുതണമെങ്കിൽ നമുക്ക് മെയിൻസ് ആൻസർ റൈറ്റിംഗ് സ്കില്ല് വേണം. സർ, എന്താണ് ഈ PCM എന്ന് പറയുന്നത്? ഡ്യൂറേഷൻ നമ്മൾക്ക് പറയാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ എത്ര സമയം ആണ് ഡെയിലി ക്ലാസ് എന്ന് തന്നെ ബേസ് ചെയ്തിട്ടിരിക്കും. മെൻറ്റർ എന്ന് പറയുമ്പം UPSC ഇൻ്റർവ്യൂ പോയ UPSC മെയിൻസ് മൾട്ടിപ്പിൾ ടൈംസ് എഴുതിയ ഒരാളായിരിക്കും. സത്യത്തിൽ ഇപ്പോൾ നമ്മൾ ജെൻഡർ സ്റ്റഡീസ് പേപ്പർ 1 എന്ന് പറയുമെങ്കിലും ആക്ച്വലി അതിൻ്റെ അകത്ത് 3 മെയിൻ സബ്ജക്ട്സ് ആണുള്ളത്. അപ്പം യൂഷ്വലി സിവിൽ സർവീസസിൽ എക്സാമിനെ പറ്റി പറയുന്നൊരു കാര്യമുണ്ട്, സൂര്യന് താഴെയുള്ള എന്ത് ചോദ്യം വേണമെങ്കിലും സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ചോദിക്കാം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഇതിന് വെളിയിൽ ഒരു സ്റ്റുഡൻറ്റിന് പഠിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷണൽ പേപ്പേഴ്സ് മാത്രമാണ്. ഹലോ, വെൽക്കം ടു ഐലേൺ IAS. മൈസെൽഫ് മുഹമ്മദ് ഇജാസ്, അക്കാഡമിക് മാനേജർ ഇൻ ചാർജ് ഓഫ് മെൻറ്റർഷിപ്പ് ആൻഡ് ടെസ്റ്റ്. എൻ്റെ കൂടെയുള്ളത് ഡയസ് ജോസ്, അക്കാഡമിക് മാനേജർ ഇൻ ചാർജ് ഓഫ് അക്കാഡമിക്സ് ആൻഡ് ക്ലാസ്സസ്. നമ്മൾ സിവിൽ സർവീസ് സർക്കിളിൽ യൂഷ്വലി കാണുന്ന ഒരു ടേമാണ് PCM അല്ലെങ്കിൽ പ്രിലിംസ് കം മെയിൻസ് കോഴ്സ്. സർ, എന്താണ് ഈ PCM എന്ന് പറയുന്നത്? പ്രിലിംസ് കം മെയിൻസ് കോഴ്സ് എന്ന് പറയുന്നത് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് ജെൻഡർ സ്റ്റഡീസും എസ്സേയും കവർ ചെയ്യുന്ന ഒരു കോഴ്സാണ്. ഇപ്പം ഡൽഹിയിലൊക്കെ ആണെങ്കിൽ ഇതിനെ വിളിക്കുന്നത് ഫൗണ്ടേഷൻ കോഴ്സ് എന്നാണ്. അപ്പം ഈ ഒരു കോഴ്സിൽ പ്രിലിംസിന് വേണ്ട ജെൻഡർ സ്റ്റഡീസ്, അതുപോലെ CSAT, പ്ലസ് മെയിൻസിന് വേണ്ട ജെൻഡർ സ്റ്റഡീസ് പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 and 4 പ്ലസ് essay, ഇത്രയും പേപ്പർ കവർ ചെയ്യുന്ന ഒരു കോംപ്രിഹെൻസീവ് ആയിട്ട് കോഴ്സാണ്. അപ്പോൾ ഇതിന് വെളിയിൽ ഒരു സ്റ്റുഡൻറ്റിന് പഠിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷണൽ പേപ്പേഴ്സ് മാത്രമാണ്. ഓക്കെ, സോ അങ്ങനെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് പ്രിലിംസ് കം മെയിൻസ് എന്ന് പറയുന്നത്. സോ ഒരു ആക്ച്വൽ ഡ്യൂറേഷൻ ഓഫ് ദിസ് കോഴ്സ് എത്രയായിരിക്കും? എത്ര നാൾ കൊണ്ട് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? ഡ്യൂറേഷൻ നമ്മൾക്ക് പറയാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ എത്ര സമയം ആണ് ഡെയിലി ക്ലാസ് എന്ന് തന്നെ ബേസ് ചെയ്തിട്ടിരിക്കും. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൽഹിയിലൊക്കെ 3 hours ആണ് ക്ലാസ്സുകൾ. അപ്പോൾ പക്ഷേ 3 hours ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ആക്ച്വലി 4 hours ക്ലാസ്സസ് ആണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ 4 hours ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നേരത്തെ തീർക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് പ്രിലിംസിന് മുന്നേ കുറച്ചും കൂടെ പഠിക്കാനായിട്ട് സമയം കിട്ടും. പക്ഷേ 4 hours ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സിംഗിൾ സബ്ജക്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഒരു 3 hours ഒക്കെ കഴിയുമ്പോഴത്തേനും കുട്ടികളുടെ ഫോക്കസ് ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 hours 2 സെഷൻസ്, 2 സബ്ജക്റ്റ് വെച്ചിട്ട് 2 സെഷൻസ് ആയിട്ടാണ് നമ്മുടെ കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പം ഇത് ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 9 മാസം പ്ലസ്, ഇപ്പം കുറച്ചൊരു 1-2 വീക്സിൻ്റെ വ്യത്യാസം ഉണ്ടാകും, +2. അതാണ് നമ്മുടെ കോഴ്സ് ഡ്യൂറേഷൻ വരിക. 9 months +2 weeks വരും. ഓക്കെ, അപ്പം ഈ സബ്ജക്ട്സ് എന്ന് പറയുമ്പം ഇപ്പോൾ സാർ പറഞ്ഞല്ലോ GS 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ടോട്ടൽ എത്ര സബ്ജക്ട്സ് വരുമായിരിക്കും? സത്യത്തിൽ ഇപ്പോൾ നമ്മൾ ജെൻഡർ സ്റ്റഡീസ് പേപ്പർ 1 എന്ന് പറയുമെങ്കിലും ആക്ച്വലി അതിൻ്റെ അകത്ത് 3 മെയിൻ സബ്ജക്ട്സ് ആണുള്ളത്: ഹിസ്റ്ററി, സൊസൈറ്റി ആൻഡ് ജോഗ്രഫി. പക്ഷേ ഇതിനകത്ത് വീണ്ടും ഡിവിഷൻസ് ഉണ്ട്. ഇപ്പം ജോഗ്രഫി ആണെങ്കിൽ വേൾഡ് ജോഗ്രഫിയും ഇന്ത്യൻ ജോഗ്രഫിയും ഉണ്ട്. ഹിസ്റ്ററി ആണെങ്കിൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞ് ആക്ച്വലി അതിനകത്തൊരു 5-6 സബ്ജക്ട്സ് വരുന്നുണ്ട്. പിന്നെ GS 2 വരുമ്പോൾ അത് മെയിൻലി പൊളിറ്റി ആണ്. പക്ഷേ പൊളിറ്റി കൂടാതെ ഇൻ്റർനാഷണൽ റിലേഷൻസ് ഉണ്ട്. പിന്നെ പൊളിറ്റിയുടെ ചെറിയ സബ്ജക്ട്സ് വരുന്നുണ്ട്. പിന്നെ 3 പോവുകയാണെങ്കിൽ അവിടെ മെയിനായിട്ട് വരുന്നത് എക്കണോമിക് ഡെവലപ്മെൻറ്റും എൻവറോൺമെൻറ്റ് എക്കോളജിയും പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, പിന്നെ 1-2 ചെറിയ സബ്ജക്ട്സ്. അപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 20ഓളം ടോട്ടൽ സബ്ജക്റ്റുകളാണ് നമ്മുടെ ഈ ഒരു കോഴ്സിൽ വരുന്നത്. ഓക്കെ, സോ ഈ സബ്ജക്ട്സ് ഇപ്പം ഐലേൺ കവർ ചെയ്യുന്നതിന്, ഈ PCM കോഴ്സ് കവർ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു ഓർഡർ ഉണ്ടോ? എന്തെങ്കിലും ഒരു സീക്വൻസ് ഉണ്ടോ? റാൻഡം ആയിട്ടാണ്? നമുക്കൊരു ഓർഡർ ഫോളോ ചെയ്യണം. കാരണം ചില സബ്ജക്റ്റ് വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. ഇപ്പോൾ പൊളിറ്റി, എക്കണോമിക്സ്, അതുപോലെ വേൾഡ് ജോഗ്രഫി, അങ്ങനെ സബ്ജക്ട്സ്. ഇനി അതിൽ തന്നെ ചില സബ്ജക്ട്സ് വളരെയധികം കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം പേപ്പർ വായിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഈ സബ്ജക്റ്റുകൾ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കണം. ഓക്കെ, അതിപ്പം പൊളിറ്റിയും എക്കണോമിയും ഒക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ സബ്ജക്ട്സ്. കാരണം നമ്മൾ പേപ്പർ വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അതുകൂടാതെ ചിലയിടത്ത് എന്ന് പറഞ്ഞാൽ ചില സബ്ജക്ട്സ് നമുക്ക് ഒരു ഓർഡർ കാണും. ഇപ്പം വേൾഡ് ജോഗ്രഫി എടുത്താലേ നമുക്ക് ഇന്ത്യൻ ജോഗ്രഫി എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം അതിനകത്ത് വരുന്ന കോൺസെപ്റ്റ്സിൻ്റെ ഒക്കെ ഒരു ആപ്ലിക്കേഷനാണ് ഇന്ത്യൻ ജോഗ്രഫിയിൽ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കമ്പണൻസ് ഉണ്ട്, അപ്പോൾ ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഇപ്പം പൊളിറ്റി, ബേസിക് എക്കണോമിക്സ്, അതുപോലെ വേൾഡ് ജോഗ്രഫി, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, എൻവറോൺമെൻറ്റ് എക്കോളജി, എത്തിക്സ് പോലത്തെ സബ്ജക്ട്സ് ആണ്. അതിനുശേഷം പതിയെ മറ്റ് സബ്ജക്ട്സുകൾ ഇങ്ങനെ വരും. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കോർ സബ്ജക്ട്സിനാണ്. അതെ. ശരി. അപ്പം യൂഷ്വലി സിവിൽ സർവീസസിൽ എക്സാമിനെ പറ്റി പറയുന്നൊരു കാര്യമുണ്ട്, സൂര്യന് താഴെയുള്ള എന്ത് ചോദ്യം വേണമെങ്കിലും സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ചോദിക്കാം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന അതിന് ബിയോണ്ട് ആയിട്ടുള്ള ചോദ്യങ്ങളും സൂര്യന് ബിയോണ്ട് ആയിട്ടുള്ള യൂണിവേഴ്സിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്.
എൻ്റെ ഒരു ചോദ്യം ഇതാണ്, അതായത് ഈ അതിലാണ് എന്തെങ്കിലും ഒരു നോട്ട്സ് അല്ലെങ്കിൽ ഹാൻഡ് നോട്ട്സ് അങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? കാരണം ഇത്രയും കോംപ്രിഹെൻസീവ് ആൻഡ് വാസ്റ്റ് ആണെന്ന് പറയുന്നുണ്ടല്ലോ. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആക്ച്വലി നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്ന ഒരു വെൽക്കം കിറ്റാണ്. അപ്പോൾ വെൽക്കം കിറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ബുക്സാണ്. ഇപ്പം പൊളിറ്റിയുടെ ലക്ഷ്മികാന്ത്, അത് എല്ലാ സിവിൽ സർവീസ് പഠിക്കുന്ന എല്ലാവരും തന്നെ അക്രോസ് ഇന്ത്യ പഠിക്കുന്ന ഒരു ബുക്കാണ്. അപ്പോൾ അത് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മോഡേൺ ഹിസ്റ്ററിയുടെ സ്പെക്ട്രം പ്ലസ് ജോഗ്രഫിയുടെ NCERTs. അപ്പം ഇത് മൂന്നും നമ്മളതിൻ്റെ പാർട്ടായിട്ട് കൊടുക്കുന്നു. അപ്പം ഈ ഇത്രയും സ്റ്റാൻഡേർഡ് ബുക്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ സബ്ജക്ട്സിന് വേറെ ഹാൻഡ് ഔട്ടുകൾ കുറവായിരിക്കും. ഇനി മറ്റ് സബ്ജക്ട്സിന് ആക്ച്വലി നമ്മൾ ഹാൻഡ് ഔട്ടുകളായിട്ട് ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യും, ഹാൻഡ് ഔട്ട്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ഹാൻഡ് ഔട്ട്സ് പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേനും ഈ ഹാൻഡ് ഔട്ട്സ് പ്ലസ് ക്ലാസ്സസ് ലെക്ചർ നോട്ട്സ് ഒക്കെ ആകുമ്പോഴത്തേനും ഏകദേശം നമുക്ക് ഈ ടോപ്പിക്സ് എല്ലാം തന്നെ കവേർഡ് ആവും. പിന്നെ നമ്മൾ ഈ എന്താണ് പറയുക, സൂര്യന് താഴെയുള്ള എല്ലാം ചോദിക്കുന്നു എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല. കാരണം കൃത്യമായ ഒരു സിലബസ് ഉള്ള ഒരു എക്സാമിനേഷനാണിത്. മാത്രമല്ല നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഏരിയസിനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി പഠിപ്പിക്കുകയും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഏതൊക്കെ ഏരിയസാണ് പഠിക്കേണ്ടത്. ഒബ്വിയസ്ലി വാസ്റ്റ് സിലബസ് ഉണ്ട്, പക്ഷേ സൂര്യന് താഴെയുള്ള എല്ലാം ചോദിക്കില്ല. ശരി സർ, അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് സിവിൽ സർവീസിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണല്ലോ, നമ്മളെപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ശരിക്കും ഈ PCMന്റെ എന്തെങ്കിലും ഭാഗമാണോ? കറണ്ട് അഫയേഴ്സ് നമ്മൾ ആദ്യം തന്നെ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സിന് ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കും. അപ്പോൾ ഈ ഒരു ഓറിയൻറ്റേഷനിൽ നമ്മൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ന്യൂസ് പേപ്പർ വായിക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ബേസ് ചെയ്തിട്ട് നോട്ട് ഉണ്ടാക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അത് കൂടാതെ നമുക്ക് ക്ലാസ്സുകളുണ്ട്. നമ്മളെല്ലാ വീക്കിലും നമ്മളൊരു 4 hours മെയിൻസ് ക്ലാസ്സും അതുകൂടാതെ ഒരു 1 hour പ്രിലിംസ് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേനും കറണ്ട് അഫയേഴ്സ് ഏകദേശം ഒരു സ്റ്റുഡൻറ്റിന് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ ഇജാസ് സാറാണ് എന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി ഞാൻ സാറിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഇപ്പം സാറ് ഹാൻഡിൽ ചെയ്യുന്നത് മെൻറ്റർഷിപ്പും ടെസ്റ്റുകളാണല്ലോ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഒന്ന് മെൻറ്റർഷിപ്പാണ്. മെൻറ്റർഷിപ്പ് നമ്മളെ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ കോഴ്സിൻ്റെ. അപ്പോൾ എന്താണ് മെൻറ്റർഷിപ്പ് കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? മെൻറ്റർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ അതിലൊരു മെൻറ്റർ ഉണ്ടാവും. മെൻറ്റർ എന്ന് പറയുമ്പം UPSC ഇൻ്റർവ്യൂ പോയ അല്ലെങ്കിൽ UPSC മെയിൻസ് മൾട്ടിപ്പിൾ ടൈംസ് എഴുതിയ ഒരാളായിരിക്കും. അപ്പോൾ അവർക്ക് ശരിക്കും ഈ ഒരു എക്സാമിൻ്റെ പൾസ് എന്താണ്, അതിൻ്റെ ന്യൂവാൻസസ് എന്താണ് എന്നുള്ള കാര്യങ്ങളെ പറ്റി ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും. സോ അതാണ് മെൻറ്റർ. ഈ ഒരു മെൻറ്ററിൻ്റെ അടിയിൽ നമ്മളൊരു 15 to 20 കുട്ടികളെ അലോക്കേറ്റ് ചെയ്യും. സോ അതാണ് ഒരു മെൻറ്റർഷിപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിൻ്റെ അടിയിൽ ആദ്യം 4 ഗ്രൂപ്പ് സെഷനും ഒരു 1-on-1 സെഷനും ഉണ്ടാവും. ഇപ്പോൾ ഗ്രൂപ്പ് സെഷൻ എന്ന് പറയുമ്പോൾ ഈ മെൻറ്ററും ഈ 15 to 20 കുട്ടികളും ചേർന്ന് എല്ലാ ആഴ്ചയും, അതായത് ഐഡിയലി ഒരു മാസം 4 തവണയാണ് അവർ മീറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ആഴ്ച ക്ലാസ്സസിൽ എന്തൊക്കെ നടന്നു, എങ്ങനെയാണ് ക്ലാസ്സസ് പോകുന്നത്, ഈ ഒരു സബ്ജക്റ്റ് എങ്ങനെ പഠിക്കണം, അതായത് ഔട്ട്സൈഡ് ക്ലാസ് നമുക്ക് ഒരു സപ്പോർട്ട്, നമുക്ക് സാധാരണ ക്ലാസ്സസിലൊന്നും കിട്ടാത്ത എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റമാണ് മെൻറ്റർഷിപ്പ് ഗ്രൂപ്പ് സെഷൻ എന്നവർക്ക് കിട്ടുക. അതിൽ തന്നെ ഡിബേറ്റ് സെഷൻസ്, ആൻസർ റൈറ്റിംഗ് സെഷൻസ് എക്സെട്ര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ഈ 1-on-1 സെഷൻ എന്ന് പറഞ്ഞാൽ മെൻറ്ററും കുട്ടിയുമായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ സെഷനാണ്. അപ്പോൾ അതിൽ ഓരോ കുട്ടിയും ഇൻഡിവിജ്വൽ പ്രിപ്പറേഷനിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ പരസ്പരം അങ്ങോട്ട് മെൻറ്ററിനോട് ഷെയർ ചെയ്യുന്നു. മെൻറ്റർ അതിന് എന്തൊക്കെ മെഷേഴ്സാണ് എടുക്കേണ്ടതെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സോ ആ രീതിയിലാണ് 1-on-1 സെഷൻ പോവുക. സോ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഇനീഷ്യലി അങ്ങനെയാണ്. ടുവേർഡ്സ് പ്രിലിംസ് അടുക്കാറുമ്പോൾ കുറച്ചും കൂടി ഇൻറ്റൻസ് ആവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ 2 1-on-1 സെഷൻ കൊടുക്കും. 2 1-on-1 സെഷൻ കൊടുത്തിട്ട് ഗ്രൂപ്പ് സെഷൻസ് കുറയ്ക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുട്ടിയുടെയും ടെസ്റ്റ് എടുക്കുമ്പോൾ ഇൻഡിവിജ്വൽ പെർഫോമൻസ്, ആ പേപ്പറിൽ കുട്ടി എങ്ങനെയാണ് വർക്ക് ചെയ്തത്, അതിൽ എവിടേക്കാണ് ചോദ്യങ്ങൾ തെറ്റിച്ചത്, അതിനുള്ള സ്പെസിഫിക് റീസൺസ് എന്താണ്, ഇതൊക്കെ മെൻറ്റേഴ്സ് അനലൈസ് ചെയ്തിട്ട് അവർക്കൊരു ഫീഡ്ബാക്ക് കൊടുക്കും. സോ ഇതാണ് ശരിക്കും നമ്മുടെ ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മെൻറ്റർഷിപ്പ് നമ്മൾ ക്ലാസ്സിൻ്റെ അത്രയും ഫ്രീക്വൻ്റ് അല്ല, എന്നാൽ ക്ലാസ്സിനോട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം അല്ലേ? അതെ, അതായത് ക്ലാസ്സസ് ഇപ്പോൾ റെഗുലർലി നടക്കുന്നുണ്ട്. മെൻറ്റർഷിപ്പ് അത്രയും ഫ്രീക്വൻസി ഇല്ല, ആഴ്ചയിൽ ഒരെണ്ണേ ഉള്ളൂ ഗ്രൂപ്പ് സെഷൻസ് ഒക്കെ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആഴ്ച നടന്നതിൻ്റെ ഒരു ഡിസ്കഷനാണ് ശരിക്കും നടക്കുക. കുട്ടികളും മെൻറ്റേഴ്സുമായി ഇരുന്നിട്ട് ആ ഒരു സബ്ജക്റ്റിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം, പ്രിപ്പറേഷൻ വൈസ് എങ്ങനെയൊക്കെയാണ് ടൈം മാനേജ്മെന്റ് ഒക്കെ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ പ്രധാനമായിട്ട് നടക്കുന്നത്. ഒരു കുട്ടി ഇപ്പോൾ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കാണുന്ന ഒരു കാര്യമാണ് അത് ടെസ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ ടെസ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. നമ്മുടെ ഒരു ടെസ്റ്റിൻ്റെ ഒരു സ്ട്രക്ചർ ഒക്കെ എങ്ങനെയാണ്? അതായത് നമ്മൾ ടെസ്റ്റ് എടുക്കുമ്പോൾ, അതായത് പ്രിലിംസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നമുക്കൊരു MCQ ആപ്റ്റിറ്റ്യൂഡ് വേണം. അതുപോലെ മെയിൻസിൻ്റെ ആൻസേഴ്സ് നന്നായിട്ട് എഴുതണമെങ്കിൽ നമുക്ക് മെയിൻസ് ആൻസർ റൈറ്റിംഗ് സ്കില്ല് വേണം. നമ്മൾ 9 to 12 മിനിറ്റിനുള്ളിൽ നല്ലൊരു ആൻസർ എഴുതാൻ പറ്റണം. ആ രീതിയിലാണ് നമ്മൾ ടെസ്റ്റുകളെ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അപ്പോൾ
അവർക്ക് ഒരാഴ്ച നടക്കുന്ന ക്ലാസ്സസ് അല്ലെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ച നടന്ന ക്ലാസ്സസിന്റെ ബേസിസിൽ നമ്മൾ അവർക്ക് പ്രിലിംസിന്റെ ടെസ്റ്റുകൾ കൊടുക്കും. അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്കണോമിക്സ് ആണ് 2 ആഴ്ച നടന്ന ക്ലാസ്. സബ്ജക്റ്റിന്റെ പേര് മെൻഷൻ ചെയ്യും, അതിനൊരു മൈക്രോ സിലബസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ബാങ്കിങ്, ടാക്സേഷൻ, പബ്ലിക് ഫിനാൻസ്, ഇങ്ങനെയുള്ള മൈക്രോ സിലബസ് പറയും. അപ്പൊ ഓരോ ബാച്ചിനും ഓരോ ഡേ ഉണ്ടാവും. ആ ഡേയിലാണ് ടെസ്റ്റ് എടുക്കുക. ഫോർ എക്സാമ്പിൾ മൺഡേ, ട്യൂസ്ഡേ, അങ്ങനെ ഏതെങ്കിലും ഒരു ഡേ ഉണ്ടാവും. അപ്പൊ ആ മൺഡേ നമ്മൾ ടൈം ടേബിൾ കൊടുക്കും. ഈ മൺഡേ ടൈം ടേബിൾ കൊടുക്കും, മൈക്രോ സിലബസ് കൊടുക്കും. അടുത്ത മൺഡേ ആ ടെസ്റ്റ് നടത്തും. അപ്പോൾ അത് നമ്മൾ OMRഉം അതുപോലെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ്. ആൻസർ ബുക്ക്ലെറ്റ്, അതുപോലെ മെയിൻസും ഇങ്ങനെ തന്നെയാണ് നടക്കുക. മെയിൻസിന്റെ ബുക്ക്ലെറ്റ്സും ക്ലാസ്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ക്ലാസ് ടെസ്റ്റുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ക്ലാസ്സസ് നടക്കുന്നു, ആ മൈക്രോ സിലബസിന്റെ ടെസ്റ്റ് നടക്കുന്നു, അങ്ങനെയാണ് പോകുന്നത്. ഇത് കൂടാതെ വേറെ എന്തൊക്കെ ടെസ്റ്റുകളാണ് നമുക്കുള്ളത് ക്ലാസ് ടെസ്റ്റ് അല്ലാണ്ട്? അതായത് വൺ ഓഫ് ദി ബെസ്റ്റ് സോർട്ട് ആഫ്റ്റർ ടെസ്റ്റ് സീരീസ് ആണ് ഐലൻഡ് IPTS എന്ന് പറയുന്നത്. അപ്പോൾ ഈ IPTS എന്ന് പറയുന്നത് പ്രിലിംസ് ഐലൻഡ് പ്രിലിംസ് സീരീസ്. അപ്പം ഈ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ശരിക്കും ഇത് ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ടൈംസ് പ്രിലിംസ് ക്രാക്ക് ചെയ്തിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ, സിവിൽ സർവീസിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ, ഇവരാണ് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഇവർ സെറ്റ് ചെയ്യുന്നു, ഇതൊരു കോർഡിനേറ്റർക്ക് കൊടുക്കുന്നു, കോർഡിനേറ്റർ അത് റിവ്യൂ ചെയ്യുന്നു. കോർഡിനേറ്റർ റിവ്യൂ ചെയ്തിട്ട് നമ്മുടെ ടീം അതിന്റെ കണ്ടന്റ് ആൻഡ് ഫാക്ച്വൽ സൈഡ് റിവ്യൂ ചെയ്യുന്നു, അതിന് മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് നോക്കുന്നു. ഇവിടെ റിവ്യൂ കഴിഞ്ഞിട്ട് ഫൈനലി ഫാക്കൽറ്റി റിവ്യൂക്ക് കൊടുക്കുന്നു. അപ്പൊ ഫാക്കൽറ്റി ആണ് ശരിക്കും ഈ എല്ലാ ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടോ, കഴിഞ്ഞ വർഷത്തെ ട്രെൻഡുകളൊക്കെ അനുസരിച്ചാണോ ചോദ്യങ്ങൾ വന്നത്, ഫാക്കൽറ്റി ഒരു ഫൈനൽ റിവ്യൂ നടത്തുന്നു. അങ്ങനെ ഒരു ഇന്റൻസ് റിവ്യൂവിന് ശേഷമാണ് നമ്മൾ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് നടത്തുന്നത്. അപ്പോൾ ഈ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. ഇപ്പോൾ PCM കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് കൊടുക്കും. ഇനി പ്രിലിംസ് ടെസ്റ്റ് സീരീസ് കഴിഞ്ഞ് അവർ വൺസ് അത് ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ അവർക്ക് മെയിൻസ് ടെസ്റ്റ് സീരീസ് ഇതുപോലെ തന്നെയാണ്. ഇന്റൻസ് ആയിട്ടുള്ള കുറച്ച് റിവ്യൂസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഓരോ മെന്ററിനെയൊക്കെ അലോക്കേറ്റ് ചെയ്തിട്ടാണ് മെയിൻസ് ടെസ്റ്റ് സീരീസ് നടത്തുന്നത്. അപ്പോൾ മെയിൻസ് ടെസ്റ്റ് സീരീസ് കണ്ടിന്യൂ ചെയ്യാം. ഇനി അവർ ആ വർഷം പ്രിലിംസ് ക്വാളിഫൈ ആയില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമിലേക്കായിരിക്കും അവർ പോവുക, മെയിൻസ് ടെസ്റ്റ് സീരീസിന് പകരം. കാരണം മെയിൻസ് ടെസ്റ്റ് സീരീസ് ഒരു 2.5 മാസത്തെ ഒരു ഇന്റൻസ് സാധനമാണ്. മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം കുറച്ചും കൂടി മൈക്രോ സിലബസിൽ എക്സ്റ്റെൻഡഡ് ആയിട്ട് കുട്ടികൾ കുറച്ചുകൂടി പഠിക്കാൻ സമയം കിട്ടുന്ന രീതിയിലാണ് മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രിലിംസ് അവർ ക്വാളിഫൈ ആയിട്ടില്ലെങ്കിൽ അവർ മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമിലേക്ക് കടക്കുകയും ആ ഒരു സബ്ജക്ട് വൈസ് അവർ പഠിച്ചു പോവുകയും അടുത്ത വർഷത്തെ എക്സാമിന് വേണ്ടി അവർ പ്രിപ്പയർ ആവുകയും ചെയ്യും. ആ രീതിയിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എനിക്ക് തോന്നുന്നു പ്രിലിംസ് കം മെയിൻസ് കോഴ്സിനെ പറ്റി സാധാരണ ഒരു സ്റ്റുഡൻറ്റിന് ഉണ്ടാകാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്നുണ്ടായ ഒരു കോഴ്സ് അല്ല. ഇപ്പം നമ്മുടെ ഡയറക്ടേഴ്സ് ആണെങ്കിലും വളരെ എക്സ്പീരിയൻസ്ഡ് ഉള്ള ആൾക്കാരാണ്, ഇന്റർവ്യൂവിനൊക്കെ പോയിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് നേരത്തെ സിവിൽ സർവീസ് കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതുപോലെ മൾട്ടിപ്പിൾ ടൈംസ് ഇന്റർവ്യൂ ഒക്കെ പോയിട്ടുള്ള അല്ലെങ്കിൽ പല മെയിൻസ് ഒക്കെ ഒരുപാട് എഴുതിയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷനോട് കൂടി നമ്മൾ സമയമെടുത്ത് ക്യൂറേറ്റ് ചെയ്ത് വളരെ റിഫൈൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണിത്. അപ്പം ഈ ഒരു കോഴ്സിൽ ഉള്ള എല്ലാ കമ്പണൻസും ഈ ഒരു എക്സാമിലേക്ക് നിങ്ങളെ ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്ന കമ്പണൻസ് ആണ്. ഇതിന്റെ ക്ലാസ്സസ്, മെന്റർഷിപ്പ്, ടെസ്റ്റുകൾ. അപ്പൊ ഇത് വളരെ കൃത്യമായിട്ട് എടുക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന്, ഈ ഒരു പ്രോസസ്സിൽ ഫുള്ളി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഈ ഒരു എക്സാമിനേഷൻ വേൾഡ് ടഫസ്റ്റ് എക്സാമിനേഷൻ ആണെന്ന് പറയുമെങ്കിൽ കൂടി ഈ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. So it was a wonderful discussion. Thank you. Thank you. Come and join iLearn IAS and feel the difference.